ഇപ്പോൾ എൽബാഫിലെ സ്ട്രോങ്ങസ്റ്റ് ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇത് ഞാൻ പയ്യെ ചെയ്യാന്ന് വിചാരിച്ചിരുന്ന വീഡിയോ ആണ്, പക്ഷേ കഴിഞ്ഞ ചാപ്റ്ററിലൂടെ എനിക്ക് ടോപ്പ് 3 എൽബാഫിലെ സ്ട്രോങ്ങസ്റ്റ് ക്യാരക്ടേഴ്സ് ആരാണെന്ന് എനിക്ക് കൺഫേം ആയി. സോ തേർഡ് പൊസിഷൻ അഥവാ എൽബാഫിലെ ദ തേർഡ് സ്ട്രോങ്ങസ്റ്റ് ക്യാരക്ടർ മറ്റാരുമല്ല, നമ്മളുടെ സ്വന്തം മങ്കി ഡി ലൂഫി. സോ ലൂഫി തേർഡ് പൊസിഷനിൽ മാത്രം ഒതുങ്ങാൻ കാരണം ലൂഫിന്റെ കഴിഞ്ഞ ചാപ്റ്ററിലെ പെർഫോമൻസ് ആണ്. ഈമുവിന് എതിരെയായി കാര്യമായിട്ട് ഒന്നും തന്നെ ചെയ്യാൻ ലൂഫിനെ കൊണ്ട് പറ്റിയിട്ടില്ല. പക്ഷെ അതേ സമയത്ത് ഈമുവിന് ലൂഫിനെ ഒരൊറ്റ കുത്തിന് തീർക്കാൻ പറ്റി. മാത്രമല്ല ഇതൊരു പവർ ഡൗൺ വേർഷൻ ഓഫ് ലൂഫി അല്ല. വയറ് നിറച്ച് ഫുഡും കഴിച്ച് ഗിയർ 5 വന്ന ലൂഫിനെയാണ് ഈമു ഡിഫീറ്റ് ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ ഹക്കീന്റെ കാര്യത്തിലും സ്റ്റാമിനയുടെ കാര്യത്തിലും ഡബിൾ ഫ്രൂട്ടിന്റെ കാര്യത്തിലും ഇത് ലൂഫിന്റെ പീക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലൂഫിക്ക് തേർഡ് പൊസിഷനെ കൊടുക്കാൻ പറ്റുള്ളൂ. അടുത്തത് എൽബാഫിലെ സെക്കൻഡ് സ്ട്രോങ്ങസ്റ്റ് ക്യാരക്ടർ ലോക്കി. നമ്മൾ പവറിന്റെ കാര്യം പറയുവാണെങ്കിൽ ലൂക്കി ഒരു ഓൾ റൗണ്ടർ ക്യാരക്ടറാണ്. വൺ പീസിലെ ദ സ്ട്രോങ്ങസ്റ്റ് റേസ് ആയ ഏൻഷ്യൻ ജയന്റ് ആണ് ലൂക്കി. വേൾഡിലെ തന്നെ ദ സ്ട്രോങ്ങസ്റ്റ് വെപ്പിനായ റാഗ്നിയറും ലൂക്കിന്റെ കയ്യിലാണുള്ളത്. ലോകത്തിൽ തന്നെ വൺ ഓഫ് ദ ടോപ്പ് 5 സ്ട്രോങ്ങസ്റ്റ് ഡെവിൾ ഫ്രൂട്ട് ആയ നിഡ്ഹോഗിന്റെ പവറും ലൂക്കിക്കുണ്ട്. അതൊക്കെ പോരാഞ്ഞിട്ട് ഒരു യോങ്കോ ലെവൽ ഹക്കിയും ലൂക്കിക്കുണ്ട്. ലൂക്കിനെ ഞാൻ ലൂഫിന്റെ മുകളിൽ പ്ലേസ് ചെയ്യാനുള്ള കാരണം ലോക്കി വേഴ്സസ് ഈമു ഫൈറ്റും ലൂഫി വേഴ്സസ് ഈമു ഫൈറ്റും കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലൂഫിനെ ഡിഫീറ്റ് ചെയ്ത പോലെ ഈമുവിന് അത്രയ്ക്ക് സിമ്പിളായിട്ട് ലൂക്കിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മാത്രമല്ല ഈമുവിനെ ഫൈറ്റ് ചെയ്യുന്ന ലൂക്കി പുള്ളിന്റെ ഫുൾ പവർ ഇതുവരെയായിട്ട് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ പറയാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ലൂക്കി ഇതുവരെയായിട്ടും പുള്ളിന്റെ ഹൈബ്രിഡ് ഫോം യൂസ് ചെയ്തിട്ടില്ല. സോ നമുക്കറിയാം ഒരു സോൺ ഡെവിൾ ഫ്രൂട്ടിന്റെ സ്ട്രോങ്ങസ്റ്റ് ഫോം ആണ് അതിന്റെ ഹൈബ്രിഡ് ഫോം. ലൂക്കി ഇപ്പോഴും തന്റെ ബേസ് ഫോമിൽ തന്നെയാണ് ഈമുവിനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതിന്റെ അർത്ഥം ലൂക്കിന്റെ ഫുൾ പവർ നമ്മൾ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല എന്നാണ്. സോ ഇനി നമുക്ക് എൽബാഫിലെ ദ സ്ട്രോങ്ങസ്റ്റ് ക്യാരക്ടർ ആരാണ് എന്ന് നമുക്ക് നോക്കാം. അത് മറ്റാരുമല്ല, ഇറ്റ് ഈസ് ഈമു സാമ. സോ കറന്റ്ലി നമ്മൾ നോക്കുവാണെങ്കിൽ ഈമു എൽബാഫിലെ മാത്രമല്ല, ഇൻഫാക്ട് വൺ പീസ് വേൾഡിൽ തന്നെ ദ സ്ട്രോങ്ങസ്റ്റ് ക്യാരക്ടറാണ്. ഈമുവിനേക്കാൾ സ്ട്രോങ്ങർ ആയിട്ട് ഒരാൾ വൺ പീസ് ഹിസ്റ്ററിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ജോയ് ബോയ് ആണ്. മാത്രമല്ല പുള്ളിന്റെ ഡെവിൾസ് ഫ്രൂട്ട് കൊണ്ട് പുള്ളിക്ക് എന്തൊക്കെയാ ചെയ്യാൻ പറ്റാത്ത എന്ന് നമുക്കറിയില്ല. മാത്രമല്ല ഞാൻ ലൂക്കിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഈമുവിന്റെ ഫുൾ പവർ ഇതുവരെയായിട്ടും റിവീൽ ആയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോയാ ഈമു ആണ് എൽബാഫിലേന്ന് മാത്രമല്ല വൺ പീസ് വേൾഡിലെ തന്നെ ദ സ്ട്രോങ്ങസ്റ്റ് ക്യാരക്ടർ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത തവണ കാണുന്നവരെ പീസ്.